നമസ്കാരം. പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നു. സംസ്ഥാനത്ത് വിവിധ ഡാമുകൾ തുറന്നു. ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് മലമ്പുഴ ഡാം, വയനാട് ബാണസുര സാഗർ ഡാം എന്നിവയാണ് ഇന്ന് രാവിലെ 10 മണിയോടെ തുറന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായിട്ടാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. KSRTCക്ക് 122 കോടി രൂപ കൂടി അനുവദിച്ച് ധനവകുപ്പ്. പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കായി സാമ്പത്തിക സഹായമായി 50 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് 6523 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ലഭിച്ചത്. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ 900 കോടി രൂപയാണ് കോർപ്പറേഷനുള്ള വകയിരുത്തൽ. ഇതിൽ 388 കോടി രൂപ 3 മാസത്തിനുള്ളിൽ ലഭ്യമാക്കിയതായി ധനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടി രൂപയ്ക്ക് പുറമെ 676 കോടി രൂപ അധികമായി ലഭിച്ചിരുന്നു. പാറക്കെട്ടിലിരിക്കുന്നതിനിടെ ശക്തമായ തിര. കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മമ്പറം കായലോട് സ്വദേശി ഫർഹാൻ റൌഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ടാണ് ഫർഹാനെ കാണാതായത്. സുഹൃത്തിനൊപ്പം പാറക്കെട്ടിലിരിക്കുന്നതിനിടെ ശക്തമായ തിരമാലയിൽപ്പെട്ട് ഫർഹാൻ കടലിൽ വീഴുകയായിരുന്നു. സമീപത്തെ പാറക്കെട്ടിൽ പിടിച്ചു നിന്ന സുഹൃത്തിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഫർഹാനെ കണ്ടെത്താനായില്ല. പ്രതികൂലമായ കാലാവസ്ഥയും തിരച്ചിലിനെ ബാധിച്ചിരുന്നു. ഇന്ന് രാവിലെ 6:30യോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. 15 കിലോ കഞ്ചാവ് വണ്ടിയിൽ ഉപേക്ഷിച്ച് എക്സൈസിന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. 2 മണിക്കൂറിന് ശേഷം പോലീസ് പൊക്കി. എക്സൈസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ തൊട്ടു പിന്നാലെ പോലീസിന്റെ പിടിയിൽ. അടൂർ പഴകുളം സ്വദേശി ലൈജുവിന്റെ വാഹനത്തിൽ നിന്ന് 15 കിലോ കഞ്ചാവ് എക്സൈസ് കണ്ടെടുത്തിരുന്നു. വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട ഇയാളെ 100 ഗ്രാം കഞ്ചാവുമായി 2 മണിക്കൂറിന് ശേഷം പന്തളം പോലീസ് പിടികൂടുകയായിരുന്നു. ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് ലൈജു. കാപ്പ കേസ് പ്രതിയായ ഇയാൾ 2 ആഴ്ച മുൻപാണ് ജയിൽ മോചിതനായത്. പ്രതിയെ പന്തളം പോലീസ് എക്സൈസിന് കൈമാറി. ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ പട്ടാപ്പകൽ മോഷണം. 6 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ പത്തടിപ്പാലത്തെ വീട്ടിലാണ് മോഷണം നടന്നത്. 6 പവൻ സ്വർണം പോയതായാണ് പരാതി. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്കും 12:30ക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. എ ബദറുദ്ദീന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കളമശ്ശേരി പോലീസിന് പരാതി നൽകിയത്. മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന വളയടക്കം 6 പവന്റെ സ്വർണമാണ് മോഷണം പോയതെന്നും പരാതിയിൽ പറയുന്നു. പരിചയക്കാരായ ആരെങ്കിലുമാണോ സ്വർണം എടുത്തത് എന്നതിലുൾപ്പെടെ പോലീസിന് സംശയമുണ്ട്. പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്.